നീ ആണുങ്ങളെ ചൂടറിയാത്തോണ്ടാണ് എന്ന് പറഞ്ഞ് സ്വന്തം ബന്ധുക്കള് അമ്മാവനും കുഞ്ഞുപ്പയൊക്കെയാണ് കയറിയിട്ട്, സ്വന്തം വാപ്പ നിൽക്കുമ്പോൾ സ്വന്തം ഉമ്മ നിൽക്കുമ്പോഴാണ് കയറിയിട്ട് അവർ ബലാത്സംഗം ചെയ്യാൻ നോക്കുന്നത്. അതൊക്കെ ഇതിനെങ്ങനെ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള ആളുകൾ? സ്വന്തം മകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്നൊരു ഉമ്മ, അതാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇതിലെ നോർമൽ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പൊ നൂറയുടെ ഉമ്മയുടെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. പെണ്ണിനെയൊന്നും സംശയിക്കൂലോ, അതുകൊണ്ടായിരിക്കും ആ പെണ്ണ് ജീവിതത്തിൽ അടുത്തത് ഞാൻ കണ്ടില്ല. ചെയ്യുന്ന അറിഞ്ഞൂടാ, മക്കൾ തല്ലുന്നൊന്നും അറിഞ്ഞൂടാ. വല്ലാത്തൊരു ജീവിതമായിട്ട് ഞാൻ വാപ്പന്റെ ഏക സ്വത്താണ്. അത്രയും ഇഷ്ടമല്ല, അത്രയും ഇഷ്ടം. ഈ ഉമ്മ ഭീഷണിപ്പെടുത്തുന്ന വോയിസ് അല്ലാതെ തന്നെ ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ളതാണ്. കൊട്ടേഷൻ വരെ കൊടുത്തിട്ടുള്ളതാണ് ഇവർക്കെതിരെ നീങ്ങാൻ വേണ്ടിയിട്ട്. ഈ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ അവർക്ക് പറയാം. പക്ഷെ അവർ കുട്ടികൾ കടന്നു പോയിട്ടുള്ള ആ സംഗതി അവർക്ക് ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. അത്രമാത്രം വെറുപ്പ് അവരോട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഭയം അവരോട് വന്നത് വെറുപ്പിനേക്കാൾ കൂടുതൽ ഭയമാണ്. എന്തെങ്കിലും ചെയ്ത് കളയുമോ എന്നുള്ളൊരു ഭയം. കാരണം അതാണ് ചെയ്തിട്ടുള്ളത്. കൊട്ടേഷൻ കൊടുത്ത ആളുകൾ ഇവിടെ ഉണ്ട്. ഞാൻ സ്വന്തം പറയാം, ഞാൻ വരുന്നില്ല. ഇവരാരും ഒന്നും തന്നിട്ടൊന്നല്ല, ഞാൻ വരുന്നില്ല. അതായത് ഇതിൻ്റെയൊക്കെ തുടക്കകാലത്തിനൊക്കെ ശേഷം പലപ്പോഴും ഇവർ സെയിം സംഗതി ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ പലപ്പോഴും എനിക്ക് അയച്ചു തരും ഈ പറയുന്ന വോയിസും കാര്യങ്ങളൊക്കെ. ഭയന്ന് വിറച്ച് വിളിക്കുക, പോലീസുകാരുടെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ വരെ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. കംപ്ലയിൻറ്റ് എഴുതാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ. അത് ആ മൊമെൻറ്റിൽ സംഭവിച്ച കാര്യമാണ് പറയുന്നത്. ഇനി അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇരുന്നിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം സത്യസന്ധമാണ് എന്നുള്ളത് അവർ സ്വയം ആലോചിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. അവർക്ക് അങ്ങനെ നെഞ്ചിൽ കൈവച്ച് തങ്ങളങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അവർക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയുന്ന കാര്യമാണ്. അവരുടെ പ്രശ്നം പുറത്ത് പറയേണ്ടി വന്നത് എന്തുകൊണ്ട്? സ്വന്തം കുടുംബത്തിൽ അവരുടെ ഒരു അമ്മക്കോഴി കുറേ കുഞ്ഞുങ്ങളുമായിട്ട് പോകുമ്പോൾ, ഒരു പരുന്ത് പിടിക്കാൻ വരുമ്പോൾ ആ കുട്ടികൾ എങ്ങോട്ടാണ് ഓടിക്കയറുക? സ്വന്തം അമ്മയുടെ ചിറകിലേക്ക് നാണല്ലേ നമ്മൾ ചെറിയ കാലം മുതൽ പഠിച്ചിരിക്കുന്നത്. ഈ കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രശ്നം അവർ ഫേസ് ചെയ്യുന്നത് സംബന്ധിച്ചിട്ട് ഓടിക്കയറാൻ അവരുടെ സ്വന്തം വീട്ടിൽ ഒരിടം ഉണ്ടായിരുന്നു. ആ ഇടത്തിൽ എന്താ സംഭവിച്ചെന്നുള്ളതാണ് ഈ പറയുന്നത്. ആ ഇടത്തിൽ സംഭവിച്ചത് എന്താ? സ്വന്തം ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ അമ്മാവനും കുഞ്ഞുപ്പയൊക്കെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അവർ ആ പറഞ്ഞ യഥാർത്ഥ ബന്ധം. അതും സ്വന്തം വാപ്പയും ഇതുപോലുള്ള ഉമ്മ ഉൾപ്പെടെ. അവിടെ അത് ചെന്ന സമയത്ത് ഉമ്മ അവിടെ ഉണ്ട്, പറഞ്ഞ മാതിരി തന്നെ ചായ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ അടുത്ത് മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. പിന്നെ നിങ്ങൾ വെക്കുന്ന ചില കാര്യങ്ങളോട് നമുക്ക് വിയോജിപ്പുള്ളത് കൊണ്ടും തൽക്കാലം ഞാൻ ചായ ഇടുന്നില്ല. ഉമ്മ അങ്ങനെ പറയുമ്പോൾ ഇവരെന്റെ മുഖത്ത് നോക്കുകയാണ്. മുമ്പ് നൂറയ്ക്ക് ഇതുപോലെ ഒരു കാമുകൻ ഉണ്ടായിരുന്നു എന്നൊരു ന്യൂസ് ഇങ്ങനെ വരുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ തീരുമാനം എടുത്തതെന്നുള്ളത് അവരല്ലേ തീരുമാനിക്കേണ്ടത്. ഇപ്പൊ ഏതായാലും അവരിങ്ങനെ തീരുമാനം എടുത്ത് അവരതിനകത്ത് നിലനിന്ന് പോകുന്നു. അതിലൊരു കാര്യം പറയുന്നുണ്ട്, സൗദിയിലെ ഒരു സൗദി ആള് അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇതൊരു പുതുമയുള്ള കാര്യമല്ലല്ലോ. ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്നലെയൊക്കെ നടന്നിട്ടുണ്ട്. മദ്രസ പീഡനമായിട്ടും അല്ലാതെയൊക്കെ നമ്മുടെ നാട്ടിൽ ഇവിടെ നടക്കുന്ന കാര്യമാണ്. അത് സൗദിയിലും നടക്കാം, എവിടെയും നടക്കാം, ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. അവിടെ UK ഒരു ഗ്രൂമിങ് ഗ്യാങ് എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു സംഭവം തന്നെ നടന്നിട്ടും നമ്മളിവിടെ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷെ ഇതൊക്കെ ലോകത്ത് എല്ലായിടത്തും നടക്കുന്നതാണ്. ഈ പല തവണയായിട്ടും നൂറയുടെ സംസാരത്തിലൂടെ മനസ്സിലായ ഒരു കാര്യം, നൂറയ്ക്ക് ഇപ്പോഴും വീട്ടുകാരെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ വീട്ടുകാരുടെ കൂടെ പോകണം എന്നുള്ള താല്പര്യമുണ്ട്. ശരിക്കും അതിൽ പിടിച്ചു നിർത്തിയേക്കുന്നതാണ്. അവരൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരാളെ കൺട്രോൾ ചെയ്യാനുള്ള സാധ്യത അപ്പുറത്തുണ്ടെന്ന് കണ്ടാൽ അവർക്കൊരു സപ്പോർട്ട് കൊടുത്ത് അവർ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതല്ലേ ഒരു കുടുംബ ബന്ധത്തിൽ നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഹോമോസെക്ഷൽസിന്റെ കാര്യം വിടൂ, ഹെറ്ററോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകൾ അതന്നെയല്ലേ ചെയ്യുക. ലക്ഷ്മി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, നിങ്ങളൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്നുള്ള നിലപാട്. അങ്ങനെ ആ സ്റ്റേറ്റ്മെന്റ് വെച്ച ആളുകളെ വീട്ടിൽ കയറ്റരുതെന്ന് ഞാൻ പറയുകയാണെങ്കിൽ തന്നെ. അതായത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ വാപ്പയും ഉമ്മയും അവർ കല്യാണം കഴിച്ചത് സ്വന്തം ഇതേപോലെ ഹോമോസെക്ഷൽസിനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ മോഹൻലാൽ ഉണ്ടാകുമായിരുന്നോ, മമ്മൂട്ടി ഉണ്ടാകുമായിരുന്നോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ. അപ്പോൾ ഈ ആദില നൂറ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരുടെ ഒരു പേഴ്സണൽ ചോയ്സ്, അത് നിയമവിരുദ്ധമല്ലാതെ ഇരിക്കെ, അത് ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ് എന്നിരിക്കെ, അതിൻ്റെ പേരിൽ അവരെ അകറ്റി നിർത്തുക, അതിൻ്റെ പേരിൽ അവരോട് ഒരു അയിത്തം കൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു ആധുനിക സമൂഹത്തിന് ചേർന്നതല്ല. എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഇത് കാണുമ്പോൾ അമ്മ ഇവരാരാണ്, ഇവർ രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറഞ്ഞു കൊടുക്കും അവർക്ക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പലരിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, ലക്ഷ്മിയുടെ മകൻ ഒരു ഹോമോസെക്ഷൽ ആണ് എന്നുണ്ടെങ്കിൽ അവർക്കൊന്നും തടയാൻ കഴിയില്ല.
ആ മകന്റെ സെക്ഷൽ ഐഡന്റിറ്റി ഇന്നതാണോ അല്ലയോ എന്ന് എങ്ങനെയാണ് ലക്ഷ്മി തീരുമാനിക്കുന്നത്? ലക്ഷ്മിക്ക് എങ്ങനെയാണ് അതിനുള്ള അനുഭവം കിട്ടിയത്? അതാണ് നമ്മൾ തിരിച്ചു വയ്ക്കുക. ഫാമിലി വീക്കിൽ ലക്ഷ്മിയുടെ അമ്മ വരുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണം, കേറ്റില്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ നിങ്ങൾ സിറ്റ് ഔട്ടിൽ ഇരുന്നോ, ബാക്കി എല്ലാവരും വീടിൻ്റെ ഉള്ളിലേക്ക് കയറിക്കും എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. അവരുടെ ചോയ്സ് അല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അവരും അതുമായിട്ട് മുന്നോട്ട് പോകും, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ ചോയ്സിനനുസരിച്ചിട്ടല്ലേ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്, തീരുമാനങ്ങൾ എടുത്തിട്ട്. അത് അവർക്കും ഇല്ലേ? ഈ ചോയ്സും ഫ്രീഡം ഒക്കെ ആരുടെയും കുത്തകയല്ലല്ലോ, അത് അവർക്കുണ്ട്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. മെയിൻ സ്ട്രീമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരാളാണ്, ഡോക്ടർ ആരിഫ് ഹുസൈൻ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഭാഗ്യം കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എക്സ് ആണ്. നൗ എന്താണ് ആരിഫ് ഹുസൈൻ? ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ട്, അത് എക്സ് വോക്ക് എന്ന് പറയുന്ന ഒരു സാധനം കൂടിയാണ്, അതും കൂടി പറയേണ്ടതാണ്. എക്സ് വോക്ക്. പിന്നെ ഡോക്ടർ ആരിഫ് അല്ല, ഇപ്പൊ വെറും ആരിഫാണ്, അല്ലെങ്കിൽ എക്സ് ഡോക്ടർ ആരിഫ് എന്ന് വേണമെങ്കിൽ വിളിക്കുക. കാരണം ഡോക്ടർ പദവി റദ്ദാക്കിയിട്ടുണ്ട് ഹോമിയോപ്പതിനെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ. അപ്പോൾ അത് കേരള കൗൺസിൽ, മെഡിക്കൽ കൗൺസിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പൊ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഡോക്ടർ അല്ല, ചികിത്സിക്കാറേ ഇല്ല പണ്ട്. അതായത് പഞ്ചറായി കിടന്ന വണ്ടിയുടെ ടയർ ഊരിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ വേറെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്, ക്ലിനിക്കൽ റിസർച്ചറായിട്ട്. ശരിക്കും ആരിഫ് ഹുസൈൻ ഒരു എത്തിസ്റ്റ് ആണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞ വലിയൊരു ഷോ നടക്കുന്നുണ്ട്. അപ്പൊ അതില് ഒരുപാട് തർക്കങ്ങളുണ്ട്, പുറത്ത് നടക്കുന്നൊന്നും അകത്ത് അറിയുന്നില്ല എന്ന് പറയുന്ന പോലെ. ഇപ്പോ ആരിഫിക്ക ഇട്ട ഒരു യൂട്യൂബ് വീഡിയോ ആണ്, അതിലെ നൂറയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. അപ്പൊ നേരത്തെ അറിയായിരുന്നു അവരെ? അല്ല, അത് നമ്മളതിനകത്ത് ഒരു വിവാദപരമായിട്ടുള്ള ഒരു പരാമർശം അതിനകത്ത് നമ്മൾ കണ്ടിരുന്നു. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെ, അങ്ങനെയാണ് അതിനകത്ത് കണ്ടത്. അപ്പോൾ അവിടെ മറ്റൊരു മത്സരാർത്ഥി അതിനകത്ത് വന്നിട്ട് അങ്ങനെ ഒരു പറയുന്നു. അപ്പൊ അത് മോഹൻലാൽ ഇടപെടുന്നു. അങ്ങനെ ഇവരെ പിന്നെ നമുക്ക് പേഴ്സണലി അറിയാം കുറച്ച് നാളുകളായിട്ട്. അതായത് അവർ ഈ ഒരു വിഷയം നേരിട്ട് പുറത്ത് വന്ന ആ ഒരു സമയം മുതൽ പലപ്പോഴായിട്ട് അവർക്ക് വേണ്ടി നമ്മൾ നിലകൊണ്ടിട്ടുള്ളതാണ്. അവരുടെ ഒരു സോഷ്യൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ, നമ്മളാലാവുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവർ അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് സ്വന്തമായി ജോലി കണ്ടെത്തി അങ്ങനെ മുന്നോട്ട് ജീവിക്കുന്ന രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്. പിന്നെ അങ്ങനെ വളർന്നു വരുന്നത് നമ്മൾ കാണുകയാണ്, നമ്മൾ മുന്നിൽ തന്നെ കാണുന്നതാണ്. അപ്പോൾ അതിൽ നമുക്കൊരു അഭിമാനമാണ്. കാരണം അങ്ങനെ തരണം ചെയ്ത് വരാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് നമ്മൾ കാണുമ്പോൾ അത് നമുക്കൊരു സന്തോഷമാണ്. ആ തുടക്കത്തിൽ നമ്മൾ കൊടുത്ത സപ്പോർട്ട് അവർക്ക് അപ്പോൾ എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നുള്ളതും കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് വളർന്നു, അവരുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ അങ്ങനെ നിലനിന്ന് പോകുന്നൊരു സമയത്താണ് ഇപ്പോൾ ഈ ബിഗ് ബോസിലേക്ക് ചെല്ലുന്നതും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്, എന്താണ് അവരുടെ തമ്മിലുള്ള ആ ഒരു ഡൈനാമിക്സ് എന്നൊക്കെ നമ്മൾ നേരിട്ട് പരിചയമുള്ള ഒരു ആളെന്ന നിലയ്ക്ക് അവിടെ അവർ ചെന്ന് കഴിയുമ്പോൾ അവിടെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇത് കാണുമ്പോൾ അവിടെയാണ് നമുക്ക് അതിനോടൊരു പ്രതികരണം ആവശ്യമാണെന്ന് തോന്നിയതും അത് ചെയ്തത്. പിന്നെ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അവരിവിടെ വരെയും നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യാറുള്ളതാണ്. ഒരിക്കലും ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവരെ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇവരുടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലൊന്ന് കയറാം. വരുന്ന വഴിക്കാണ് എൻ്റെ വീട്, പാരൻസ് ഉള്ള സ്ഥലം. അപ്പൊ അവിടെ എന്നെ കയറ്റാറില്ല, അത് വേറെ കാര്യം. അങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു ഏതായാലും നമുക്കൊന്ന് കയറി നോക്കാം, എന്താണെന്നൊന്ന് അറിയാലോ എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു ഓക്കെ പോകാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ നമ്മൾ അവിടെ എത്തിയിട്ട് ചായ കുടിക്കണോ അതോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചായ കുടിക്കണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതെന്താ, നമ്മൾ അങ്ങോട്ടല്ലേ പോകണം, നമുക്ക് അവിടെ നിന്ന് ചായ കുടിക്കാമല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു അതില്ല, അവിടുന്ന് ചായ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഏതായാലും ഇത്രയും യാത്ര ചെയ്താണല്ലോ, ഒന്നുകിൽ കുടിച്ചിട്ട് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് സമാധാനം പോവാമെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു. അതെന്തായാലും കുഴപ്പമില്ല, അവിടെ ചെന്നിട്ട് നമുക്ക് ചെന്ന് നോക്കാം, അവിടെ ചായ കിട്ടിയാൽ പിന്നെ അത് അങ്ങനെ ആയല്ലോ, പിന്നെ അല്ലെങ്കിൽ 2 ചായ കുടിക്കേണ്ടി വരും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ശരി, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ടുപോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാവുന്നതാണല്ലോ നമ്മുടെ വീട്ടുകാർ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു സ്ലൈസ് ആണ്. ആ ബിഗ് ബോസിലാ നടന്ന ആ വിഷയത്തിന്റെ അത് ഇപ്പൊ നടന്ന ഒരു വിഷയമാണെന്നുണ്ടെങ്കിൽ ഈ സെയിം സംഗതി ഇതൊരു മുന്നേ നടന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതാണ് ആ ഒരു ഡിജാവു മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അത് ചെന്ന സമയത്ത് എൻ്റെ ഉമ്മ അവിടെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ ചായ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ അടുത്ത് മുഖത്ത് നോക്കി പറയുകയും ചെയ്തു, നിങ്ങൾക്ക് ചായ തരണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവൻ കൂടെ ഉള്ളത് കൊണ്ടും പിന്നെ നിങ്ങൾ വെക്കുന്ന ചില കാര്യങ്ങളോട് നമുക്ക് വിയോജിപ്പുള്ളത് കൊണ്ടും തൽക്കാലം ഞാൻ ചായ ഇടുന്നില്ല എന്ന് അവരുടെ അടുത്ത് നമുക്ക് പറയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ
ഇത് ഞാൻ ഉമ്മ അങ്ങനെ പറയുമ്പോൾ ഇവരെൻ്റെ മുഖത്ത് നോക്കുകയാണ്. എല്ലാം മനസ്സിലായി, ഇപ്പൊ സമാധാനമില്ലേ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നു, മറ്റൊരു റെസ്റ്റോറൻറ്റിൽ കയറി നല്ല അസൽ ബിരിയാണി ചായയും ഒക്കെ ആവശ്യത്തിന് കഴിച്ച് ഞങ്ങൾ പോന്നു. അപ്പോൾ ഇതൊരു വലിയൊരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അത് ഇപ്പോൾ LGBTQ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു ബ്രാക്കറ്റിൽ ഒരുപാട് ഐഡന്റിറ്റിയും അതുമായി ബന്ധപ്പെട്ട കുറേ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരു വശത്തുണ്ട്. പക്ഷെ അതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ഞാൻ പറയുന്നത് ആദില നൂറ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരുടെ ഒരു പേഴ്സണൽ ചോയ്സ്, അത് നിയമവിരുദ്ധമല്ലാതെ ഇരിക്കെ, അത് ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ് എന്നിരിക്കെ, അതിന്റെ പേരിൽ അവരെ അകറ്റി നിർത്തുക, അതിന്റെ പേരിൽ അവരോട് ഒരു അയിത്തം കൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു ആധുനിക സമൂഹത്തിന് ചേർന്നല്ല. ഈ വിഷയത്തിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതൊരു ഹോമോഫോബിയ എന്ന് പറയുന്ന ഒരു വിഷയമാണ് അവിടെ കടന്നു വരുന്നത്. ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകൾ അത് ഹെറ്ററോസെക്ഷൽ അല്ല എന്നതിന്റെ പേരിൽ ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾക്ക് അവരോടൊരു എതിർപ്പ്, അവരെ അകറ്റി നിർത്തുക, അവരെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടവരാണെന്ന് ചിത്രീകരിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ ഏത് മതം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഹോമോസെക്ഷൽസിനെ കല്ലെറിഞ്ഞു കൊല്ലുകയും അല്ലെങ്കിൽ ബിൽഡിംഗ്, ഇപ്പോൾ ഇസ്ലാമിലെ നിയമം പറയുന്നത് ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് എറിഞ്ഞു കൊല്ലാണെന്നാണ് പറയുന്നത്. അതാണ് അതിലെ നിയമം. അതിനോടുള്ള ഒരു വിയോജിപ്പുണ്ട്, അത്തരം നിയമങ്ങൾ. അപ്പോൾ അവർക്ക് ബയോളജി അറിയാത്തതിന്റെ പേരിലാണ് ഈ സംഗതി ഇങ്ങനെ നിലപാടെടുക്കുന്നത്. ഇതും ഒരു നോർമൽ ഒരു സംഗതിയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുജാഹിദ് ബാലുശ്ശേരിയും അതിനെ സംബന്ധിച്ചിട്ടൊരു സ്റ്റേറ്റ്മെന്റ്സ് നടത്തിയിട്ടുണ്ട്. കേട്ടോന്ന് എനിക്കറിയില്ല. അതായത് മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ വെച്ച് കമ്പാരിസൺ നടത്തിയിട്ട് അവർ വളരെ മോശമായിട്ടുള്ളൊരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. അതായത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയൊക്കെ വാപ്പയും ഉമ്മയും അവർ കല്യാണം കഴിച്ചത് സ്വന്തം ഇതേപോലെ ഹോമോസെക്ഷൽസിനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ മോഹൻലാൽ ഉണ്ടാകുമായിരുന്നോ, മമ്മൂട്ടി ഉണ്ടാകുമായിരുന്നോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ സാധാരണ മനുഷ്യന്മാർക്ക്, വിശ്വാസികൾക്കൊക്കെ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ ഇത് നല്ല ചോദ്യമാണല്ലോ എന്നൊക്കെ തോന്നി കൈയടിക്കാനൊക്കെ തോന്നും. പക്ഷെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സമൂഹം എടുത്തു കഴിയുമ്പോൾ അതിനകത്തൊരു ചെറിയ പെർസെൻറ്റേജ് എപ്പോഴും ഇതുപോലുള്ള ട്രൈറ്റ്സ് കാണിക്കുന്നുണ്ട്. അതാണ് സയൻസ് പറയുന്നത്. അത് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഇതിൽ നിലനിൽക്കുന്ന ഒരു സംഗതി. അത് ഈവൻ മൃഗങ്ങളിൽ വരെ നിലനിൽക്കുന്ന കാര്യങ്ങളാണത്. എന്നുവെച്ചാൽ ജീവവർഗത്തിൽ അതുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ആ സംഗതിയെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ആളുകൾ ഇതുപോലുള്ള യമണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്നിട്ട് അത് ഒരു മതത്തിന്റെ ഒരു ഇൻസുലേഷൻ കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അതിനെ എതിർത്ത് പറയുന്ന ആളുകളെ വിരുദ്ധർ എന്നുള്ള ചാപ്പ അടിച്ചുകൊണ്ട് ഇസ്ലാം വിരുദ്ധർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിരുദ്ധർ എന്നുള്ളതൊക്കെ പറഞ്ഞ് അതിനെ സ്റ്റോപ്പ് ചെയ്യാനാണ് ഇവർ നോക്കുന്നത്. അത് സത്യത്തിൽ ഈ ഹോമോഫോബിയ എന്ന് പറയുന്ന വിഷയം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. അതാണ് നമുക്ക് ഇതിനകത്തുള്ള വിഷയം. അതുകൊണ്ടാണ് നമ്മൾ പ്രതികരിച്ചത്. ശരിക്കും ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് നമ്മുടെ സമൂഹത്തിന് ഇൻഫ്ലുവൻസ്, ബാഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പലരും ഇത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയി അതേപോലെ ആകാൻ ശ്രമിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനത്തെ ബാഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണോ ഇത് നൽകുന്നത്? ഇപ്പം സിനിമകളിൽ ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ തമ്മിലുള്ള രംഗങ്ങൾ അല്ലെങ്കിൽ അതിനെ നോർമലൈസ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അത് കണ്ടിട്ട് നമ്മൾ എങ്ങനെയാണ് അതെങ്ങനെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത്? അത് ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ടോ? ഇല്ല. അതായത് അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്നല്ലല്ലോ ഈ പറയുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കേണ്ടത് ഉണ്ട്. അത് പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണെന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ മുന്നേ സൂചിപ്പിച്ച പോലെ ഇവരെ എതിർക്കപ്പെടേണ്ടവരാണ്, ഇവരെ ആക്രമിക്കപ്പെടേണ്ടവരാണ് എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഇത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇവർക്കും എക്സിസ്റ്റൻസ് വേണം, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്ന കാര്യത്തിലൊരു ഇൻഫ്ലുവൻസ്, ആ ഒരു വിഷയം ആളുകളുടെ ഇടയിലേക്ക് എത്താൻ, അവരെ ഇങ്ങനെ വെറുക്കുന്നതിൽ നിന്നും മാറി അവരെ കൂടെ നിർത്താൻ, അവർ മനുഷ്യരായിട്ട് കാണാൻ നമുക്ക് സാധിക്കുന്ന ഒരു ലെവലിലേക്ക് ആളുകൾക്ക് മാറാൻ സാധിക്കുമെങ്കിൽ അതൊരു ഇൻഫ്ലുവൻസ് തന്നെയാണ്. അല്ലാതെ അതൊരു വശം. രണ്ടാമത്തെ ഒരു വശം വേറെയുണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ ക്ലോസ് ഫ്രണ്ട് സർക്കിൾ, ഇപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുന്ന മറ്റൊരു വലിയൊരു വശം നമ്മൾ കാണാതെ പോകുന്നത്. ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഈ ആളുകൾ ഈ ഒരു പ്രോബ്ലം, ഈ ഒരു ഐഡന്റിറ്റി ഇഷ്യൂ അവർക്ക് പുറത്തു പറയാൻ കഴിയുന്നില്ല. പറഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ എതിർക്കപ്പെടുന്നു, അവരെ ചാപ്പ കുത്തുന്നു, ഇതുപോലുള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഇവരത് ഒതുക്കി വെച്ചിട്ട് ഇവര് കല്യാണ ബന്ധം സ്ഥാപിക്കുന്നു. അങ്ങനെ ഇപ്പോൾ മെയിൻ ഇഷ്യൂ അതാണല്ലോ. അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ സംഭവിക്കുന്നത് ആ കുടുംബ ബന്ധം മുന്നോട്ട് പോകില്ല. ഒരു സിനിമ തന്നെ അതിന്റെ പ്രമേയത്തിൽ നമുക്കിവിടെ ഉണ്ടായി. നമ്മുടെ മമ്മൂട്ടി അഭിനയിച്ചൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ ഈ അടുത്ത്, കാതൽ എന്ന് പറയുന്നത്. അപ്പൊ അതില് നമ്മൾ കണ്ടതാണ്. അതായത് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരാൾ ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള റിലേഷനിൽ പോയാൽ നിങ്ങൾക്ക് അതിനകത്ത് നിലനിൽക്കാൻ കഴിയില്ല. നിങ്ങൾ ആ ബന്ധത്തിനോട് നിങ്ങൾക്ക് നീതി പുലർത്താൻ കഴിയില്ല. അതാണ് അതിൽ നമ്മൾ കാണുന്നത്. ഇതൊരു വലിയ വിഷയമാണത്. എന്നോട് മറ്റൊരാൾ പറഞ്ഞൊരു കാര്യമാണ്, ഇയാൾക്കൊരു മെസ്സേജ് വരികയാണ്, ഒരു കുട്ടിയുടെ, ഒരു ഗേളും വേറൊരു ഗേളും കൂടി ഇങ്ങനെ റീൽസ് ഇടാൻ തുടങ്ങുകയാണ്. അപ്പൊ ഞങ്ങളും വൈറലാവുമല്ലോ, അപ്പൊ ഞങ്ങൾ ലെസ്ബിയൻസ് ആണെന്ന് പറഞ്ഞ് നടക്കാൻ പോവുക, എന്നാലേ നമുക്കും ബിഗ് ബോസിലൊക്കെ പോകാൻ പറ്റും, ഞങ്ങൾക്ക് വൈറലാവാൻ പറ്റും, ആൾക്കാർ തിരിച്ചറിയുമെന്നൊക്കെ. ഇതൊരു ബാഡ് ഇൻഫ്ലുവൻസ് അല്ലേ? ഇനി നിങ്ങൾ അഭിനയിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ തന്നെ അത് അധികം നാൾ മുന്നോട്ട് പോകില്ല, അത് പൊളിഞ്ഞ് താഴെ വീഴുന്നുള്ളതാണ്. ആദില നൂറയുടെ വിഷയം നിങ്ങൾ വിചാരിക്കുന്ന മാതിരി അവര്
റീലിട്ട് ഇറങ്ങി അങ്ങനെ വന്ന ആളുകളല്ലല്ലോ. അല്ല. അവർ ജീവിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവരുടെ ഫാമിലി അവരെ ആക്രമിക്കുകയും അവരെ തടഞ്ഞു വെക്കുകയും ഏത് അറ്റം വരെ പോയി എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അവർ പറഞ്ഞ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചതിൽ നിന്ന് തന്നെ നിങ്ങൾ കേട്ട് കാണും. അതെ. അതായത് നീ ആണുങ്ങൾ ചൂടറിയാത്തോണ്ടാണ് എന്ന് പറഞ്ഞ് സ്വന്തം അതെ. ബന്ധുക്കള് അമ്മാവനും കുഞ്ഞുപ്പയൊക്കെയാണ് കയറിയിട്ട്, സ്വന്തം വാപ്പ നിൽക്കുമ്പോൾ സ്വന്തം ഉമ്മ നിൽക്കുമ്പോഴാണ് കയറിയിട്ട് അവർ ബലാത്സംഗം ചെയ്യാൻ നോക്കുന്നത്. അതൊക്കെ ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത്? ഇതുപോലുള്ള ആളുകൾ ഇതിനെ എങ്ങനെയാണ് അവർക്കത് കാണാൻ കഴിയുക? അപ്പോൾ ഇത് വെറും റീൽസും ഫോട്ടോഷൂട്ടും മാത്രം കണ്ടിട്ട് ഈ സാധനത്തെ വിലയിരുത്തുന്നതാണ് ഈ ഇതിന്റെ പറഞ്ഞത് പ്രശ്നം. സത്യമാണ്. അവരുടെ അതെ, മുന്നിൽ അത് അവർ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ. അപ്പൊ അതിനെ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയും? അങ്ങനെയാണോ ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്? ഒരിക്കലും. അവര് മുന്നോട്ട് വെക്കുന്ന വിഷയത്തിന് അത് അംഗീകരിച്ച് അവരെ വഴിക്ക് വിട്ടിരുന്നെങ്കിൽ അവർ ഒരു റീൽ പോലും ഇടേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അവരെ വഴിക്ക് പോകില്ലായിരുന്നു. അവർ റീൽ ഇടേണ്ടി വന്നത് എന്തുകൊണ്ട്? അവരുടെ പ്രശ്നം പുറത്ത് പറയേണ്ടി വന്നത് എന്തുകൊണ്ട്? അവർക്ക് സ്വന്തം കുടുംബത്തിൽ അവരുടെ, ഇപ്പൊ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു അമ്മക്കോഴി കുറെ കുഞ്ഞുങ്ങളുമായിട്ട് പോകുമ്പോൾ, ഒരു പരുന്ത് പിടിക്കാൻ വരുമ്പോൾ ആ കുട്ടികൾ എങ്ങോട്ടാണ് ഓടിക്കയറുക? സ്വന്തം അമ്മയുടെ ചിറകിലേക്ക് എന്നാണല്ലേ നമ്മൾ ചെറിയ കാലം മുതൽ പഠിച്ചിരിക്കുന്നത്. ഈ കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രശ്നം അവർ ഫേസ് ചെയ്യുന്നത് സംബന്ധിച്ചിട്ട് ഓടിക്കയറാൻ അവരുടെ സ്വന്തം വീട്ടിൽ ഒരിടം ഉണ്ടായിരുന്നോ? ഇല്ല. ആ ഇടത്തിൽ എന്താ സംഭവിച്ചെന്നുള്ളതാണ് ഈ പറയുന്നത്. ആ ഇടത്തിൽ സംഭവിച്ചത് എന്താ? സ്വന്തം ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ അമ്മാവനും കുഞ്ഞുപ്പയൊക്കെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അവർ ആ പറഞ്ഞ യഥാർത്ഥ ബന്ധം, അതും സ്വന്തം വാപ്പയും ഇതുപോലുള്ള ഉമ്മ ഉൾപ്പെടെ, അവരുടെ നൂറയുടെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. നൂറയുടെ ഉമ്മ കൊട്ടേഷൻ വരെ കൊടുത്തിട്ടുള്ളതാണ് ഇവർക്കെതിരെ നീങ്ങാൻ വേണ്ടിയിട്ട്. സ്വന്തം മകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു ഉമ്മ, അതാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇതിലെ നോർമൽ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ലെ, ഇപ്പൊ നൂറയുടെ ഉമ്മയുടെ കുറച്ച് വീഡിയോസ്, ലൈക്ക് ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. നൂറെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല, അവൾ ഇനിയും തിരിച്ചു വരുവാണെങ്കിൽ ഇതൊക്കെ കളഞ്ഞിട്ട് വരികയാണെങ്കിൽ വീണ്ടും അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള രീതിക്ക് ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ ഉമ്മ ഭീഷണിപ്പെടുത്തുന്ന വോയിസ് അല്ലാതെ തന്നെ ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ളതാണ്. ഇത് നടന്നുകൊണ്ടിരുന്ന സമയങ്ങളിൽ. കാരണം ഈ പ്രശ്നം അവർ ഫേസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് പുറത്ത്, അതായത് ഇതിൻ്റെയൊക്കെ തുടക്കകാലത്തിനൊക്കെ ശേഷം പലപ്പോഴും ഇവർ സെയിം സംഗതി ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ പലപ്പോഴും എനിക്ക് അയച്ചു തരും ഈ പറയുന്ന വോയിസും കാര്യങ്ങളൊക്കെ, ഇവർ സംസാരിക്കുന്നത്, ഫോൺ റെക്കോർഡ്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പം ഇപ്പം ഈ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ അവർക്ക് പറയാം. പക്ഷെ അവർ കുട്ടികൾ കടന്നു പോയിട്ടുള്ള ആ സംഗതി അവർക്ക് ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. അത്രമാത്രം വെറുപ്പ് അവരോട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഭയം അവരോട് വന്നത്, വെറുപ്പിനേക്കാൾ കൂടുതൽ ഭയമാണ്. എന്തെങ്കിലും ചെയ്ത് കളയോ എന്നുള്ളൊരു ഭയം. കാരണം അതാണ് ചെയ്തിട്ടുള്ളത്. കൊട്ടേഷൻ കൊടുത്ത ആളുകൾ ഇവിടെ ഉണ്ട്. ഇവരതിന് വേണ്ടിയിട്ട് പിന്നാലെ കൂടിയ ആളുകളെയും നമുക്കറിയാം. അങ്ങനെ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ ആ സമയത്ത് അവർ നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ള വിഷയമാണത്. ആ ഭയന്ന് വിറച്ച് വിളിക്കുക, പോലീസുകാരുടെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ വരെ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. കംപ്ലൈൻറ്റ് എഴുതാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ. അത് ആ മൊമെന്റിൽ സംഭവിച്ച കാര്യമാണ് പറയുന്നത്. ഇനി അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇരുന്നിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം സത്യസന്ധമാണ് എന്നുള്ളത് അവർ സ്വയം ആലോചിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. അവർക്ക് അങ്ങനെ നെഞ്ചിൽ കൈവച്ച് തങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അവർക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയുന്ന കാര്യമാണ്. ഈ പല തവണയായിട്ടും നൂറയുടെ സംസാരത്തിലൂടെ മനസ്സിലായ ഒരു കാര്യം, നൂറയ്ക്ക് ഇപ്പോഴും വീട്ടുകാരെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ വീട്ടുകാരുടെ കൂടെ പോകണം എന്നുള്ള താല്പര്യമുണ്ട്. ശരിക്കും അതിനെ പിടിച്ചു നിർത്തിയേക്കുന്നതാണ് നൂറയെ? അങ്ങനെ രണ്ടുപേരുടെ വീട്ടിലും പ്രശ്നമുണ്ട്. ഈ രണ്ടുപേരുടെ വീട്ടിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്റൻസിറ്റി വേരി ചെയ്യും. പക്ഷെ അവരൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരാളെ കൺട്രോൾ ചെയ്യാനുള്ള സാധ്യത അപ്പുറത്തുണ്ടെന്ന് കണ്ടാൽ അവർക്കൊരു സപ്പോർട്ട് കൊടുത്ത് അവർ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതല്ലേ ഒരു കുടുംബ ബന്ധത്തിൽ നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഹോമോസെക്ഷൽസിന്റെ കാര്യം വിടൂ, ഹെറ്ററോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകൾ അതന്നെയല്ലേ ചെയ്യുക. ഇപ്പോൾ രണ്ട് ആളുകൾ തമ്മിൽ പ്രണയിക്കുന്നു, മതം മാറി വിവാഹം കഴിക്കുന്നു, ജാതി മാറി വിവാഹം കഴിക്കുന്നു, അതിൽ ഈ വിഷയം ഉണ്ടാവുമ്പോൾ ഇതൊക്കെ സംഭവിക്കാം. അപ്പൊ അതിലൊരു കുട്ടി മറ്റൊരു കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് നിലനിർത്തുന്നതിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാന്നാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ അതിനെന്ത് വിളിക്കണം. അവരുടെ ജീവിതം അവർക്ക് വിടുക. അവര് സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു. ഈ ബിഗ് ബോസിൽ എത്തിയതിന് ശേഷം അവിടുന്ന് പൊട്ടുമുറി അവർ പുറത്തു വിടുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത്. അതിനകത്ത് എന്താ ആക്ച്വലി നടക്കണമെന്നുള്ളത് നമുക്കറിയില്ല. ഇനി അതിന്റെ പുറത്ത് നമ്മൾ ജഡ്ജ്മെന്റ് നടത്തേണ്ട കാര്യമില്ല. കാരണം നമ്മൾ നേരിട്ടല്ലാതെ ഇവർ കണ്ടിട്ടുള്ള കാര്യങ്ങൾ പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവരവരുടെ ജീവിതം തിരഞ്ഞെടുത്ത ആളുകളാണ്. അതിന്റെ വഴി അത് വളരെ ഭംഗിയായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അതിനകത്ത് ഇതേപോലെ ഏറ്റക്കുറച്ചിലുകളൊക്കെ എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന പോലെ ഉണ്ടാകും. അത് നമ്മൾ അവരുടെ ആ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അതിനെ കാണാൻ വിട്ടുകൊടുക്കുകയല്ലേ വേണ്ടേ. അതിൽ നമ്മളിങ്ങനെ ഇരുന്ന് മാർക്കിടാൻ നമ്മളെ അവരെ ഏൽപ്പിച്ചിട്ടുമില്ല. നമ്മൾ അങ്ങനെ മാർക്കിടേണ്ട കാര്യമില്ല. അത് അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അവർ സമാധാനമായിട്ട് ബിഗ് ബോസ് എത്രയും പെട്ടെന്ന് തീരട്ടെ എന്നാണ് ഇപ്പം ഞാൻ പറയുന്നത്. കാരണം ഇതൊക്കെ അനാവശ്യമായ ചർച്ചകളായിട്ട് പോവാണ്. അതാണ് എനിക്ക് ഇതിനകത്ത് കാണാനുള്ളത്. നൂറയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ ഒരു ഫാമിലി വീക്കില് ഫാമിലി വരണം എന്നുള്ളത് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യമായിരുന്നു. അപ്പം ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന രണ്ടുപേരാണ് അവരെ കാണാനായിട്ട് അവിടെ എത്തിയത്. അപ്പൊ എന്തുകൊണ്ട് ആരിഫ് പോയില്ല?
പോയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാരും വിളിച്ചിട്ടില്ല. പിന്നെ അവര് നമ്മളെങ്ങനെ എന്നെ അങ്ങനെ കണ്ടോളെന്ന് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. വിളിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും പോകും. കാരണം അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് അവർ പറഞ്ഞതിന്റെ പേരിലാണ് ഇപ്പൊ നമ്മൾ ചെല്ലണമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് സന്തോഷമാണെന്നുണ്ടെങ്കിൽ ഐ എം ഓക്കെ ഇപ്പോൾ. അല്ലാതെ ഇപ്പോൾ നമ്മൾ അങ്ങനെ അവരുടെ വാപ്പ ചമയേണ്ട കാര്യമൊന്നും എനിക്കില്ല. അങ്ങനെയല്ല, നമ്മളൊരു ഫ്രണ്ട്ഷിപ്പാണ്. അതൊരു ഫ്രണ്ട്ഷിപ്പിനേക്കാൾ ഉപരി വളരെ വലിയൊരു ആത്മബന്ധമാണ് അവിടെ നിലനിൽക്കുന്നത്. അവരുടെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്, കണ്ട് പരിചയമുള്ളതാണ്. അപ്പൊ നമുക്കത് അറിയാം. അപ്പൊ അതുകൊണ്ട് അതിൽ നമ്മൾ പേരെടുക്കാനോ അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ബാർഗനിങ്ങിന് നമ്മളില്ല. ഓക്കെ, പക്ഷെ അവർക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് അതിൽ അവർ ആഗ്രഹിക്കുന്നതിന് ചെല്ലുന്നതിന് നമുക്ക് തടസ്സമില്ല. ഇപ്പൊ നമ്മളൊക്കെ ആഗ്രഹിക്കും നമ്മുടെ കുട്ടിക്കാലത്ത് വാപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന പോലെ, നമ്മൾ കൂട്ടുകാരുണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന പോലെ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ വരുന്നതിൽ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ അല്ലാതെ അതിനകത്ത് പേരെടുക്കാനോ ഞാനാണ് അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്ന ഗോഡ് ഫാദർ എന്ന് പറയാനൊന്നും ഇല്ല. അങ്ങനെ ഒരു പാറ്റർനൈസ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നൂറേനോട് ലാലേട്ടൻ ചോദിക്കുമ്പോൾ നൂറ അതിൽ ഇങ്ങനെ തന്നെയാണോ ചോദിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ്, ഞാൻ പെട്ടുപോയി എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു ഇപ്പൊ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പലരും പറയുന്ന ഒരു കാര്യം. അപ്പം ശരിക്കും നൂറ പെട്ടുപോയി എന്നാണ് പുറത്തുള്ള മുഴുവൻ പേര് പറയുന്നത്. ഇതിപ്പോ നമ്മളിപ്പോ ഹെട്രോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകളും ഇങ്ങനെ തമാശക്കായിട്ടാണെങ്കിലും പറയില്ലേ, അത് ഞാൻ പെട്ടുപോയി എന്ന് ഇതൊക്കെയാണോ വലിയ ഇഷ്യൂ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഇനി അഥവാ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അതിന്റെ പേരിലാണോ ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ വിലയിരുത്തുക? എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണ് സംഭവിക്കേണ്ടതെന്നുള്ളത്. അങ്ങനെ ആവാൻ വഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുക. കാരണം കണ്ടെടുത്തോളം ഇപ്പൊ എനിക്ക് തോന്നുന്നു 2019-20 ശേഷമാണ് ഞാൻ അവരെ കാണുന്നത്. ആ പ്രശ്നം ഉണ്ടായ അന്ന് വെച്ചാൽ അന്ന് ആ ഒരു ലൈവ് ആദില ഇടുമ്പോൾ നൂറയെ തടഞ്ഞു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് ഇടുന്ന സമയത്ത് ആ ലൈവായിട്ട് നടക്കുമ്പോഴാണ് ഞാനിത് ഫേസ്ബുക്കിൽ കാണുന്നതും പിന്നീട് അവർക്ക് വേണ്ട എന്തെങ്കിലും സപ്പോർട്ട് വേണ്ടി അങ്ങനെയാണ് ആ കണക്ഷൻ തുടങ്ങുന്നത്. പിന്നെ അവരാദ്യം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവർ ത്രൂ ആണ് അവരിലേക്ക് എത്തുന്നതൊക്കെ. അന്ന് മുതൽ നമ്മൾ കാണുന്ന കാഴ്ചയുണ്ട് അവരെങ്ങനെയാണ് ഇതിനകത്ത് പരസ്പരം സപ്പോർട്ട് ചെയ്ത് നിലനിന്നത്. അതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു പാര പണിയാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഇനി ഉണ്ടാവില്ല എന്നൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ഒരു വർത്ത് വൈൽ സാധനമാണെന്നുള്ളത്. പലരും പറയുന്ന ഒരു കാര്യം, രണ്ടുപേരും മാറി നിന്നാൽ മേ ബി അവർ ഒരാൾ ചേഞ്ച് ആവും എന്ന് പറയുന്നുണ്ട്. മേ ബി ഇപ്പൊ അതിൽ ബിഗ് ബോസ് ഔട്ട് ആവുകയാണ്, കുറച്ച് ദിവസം നൂറ് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരാള് നൂറായിട്ട് അടുപ്പം കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് തീർച്ചയായും ചേഞ്ച് ആവും എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഹെട്രോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകൾ രണ്ടുപേര് അവരെ അതിൽ നിന്ന് പിരിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരെ മാറ്റി നിർത്തിയാൽ എങ്ങനെയാണോ ആ ഒരു നോൺ കമ്മ്യൂണിക്കേഷൻ അവരെ ബന്ധത്തിൽ നിന്ന് അകറ്റുന്നത്, സമാനമായ രീതിയിൽ അകലാനുള്ള സാധ്യത എല്ലാ ബന്ധത്തിലുണ്ട്, ഈ ബന്ധത്തിലുണ്ട്. അത് അവരുടെ വേറെ എന്തെങ്കിലും ബയോളജിക്കൽ ചേഞ്ച് വരുന്നുണ്ടല്ല, അത് മറവി ഉണ്ടാക്കുന്ന സാധനം. നിങ്ങൾ വളരെയധികം നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഉമ്മയോ വാപ്പയോ മരിച്ചു പോയാൽ പോലും 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഉമ്മാനെ വാപ്പനെ ഓർക്കുമ്പോൾ ആ ഇന്റൻസിറ്റി ഒന്നും കാണില്ല. മറവിയൊക്കെ എല്ലാവർക്കും ബാധിക്കുന്നതാണ്. അപ്പൊ അതിന്റെ പേരിലുള്ള അകൽച്ചയും ബയോളജിക്കലി നിങ്ങൾ കാണിക്കുന്ന ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ആ ട്രേറ്റിലുണ്ടാകുന്ന ചേഞ്ച് രണ്ടാണ്. അത് രണ്ടും കൂടി ഈ ഒരു എക്സ്പെരിമെന്റ് വെച്ചിട്ട് തെളിയിക്കാന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ നടക്കാമായിരിക്കും. എപ്പോഴാന്ന് പറഞ്ഞാൽ ഇവർ ബൈസെക്ഷൽ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ നടക്കും. പക്ഷെ അവരിപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു ചോയ്സ് എടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അത് അതിന്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അവർ ബൈസെക്ഷൽ ആണോ അല്ലയോ എന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് അതിന്റെ കാര്യം എന്താ ഉള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി ആണെങ്കിൽ തന്നെ അതും അവരുടെ ചോയ്സ് തന്നെയാണ്. ഇനി അങ്ങനെ സപ്പോസ് ഹെട്രോസെക്ഷൽസ് ആയിട്ടുള്ള രണ്ടുപേര് ഒരു ബന്ധത്തിൽ വന്നാൽ അത് ഒരിക്കലും മുറിയരുത് എന്നൊരു മാനദണ്ഡം നമ്മൾ വെക്കാറുണ്ടോ? ഇല്ല. ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകൾക്കും അങ്ങനെ ഒരു മാനദണ്ഡം നമ്മൾ കൽപ്പിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അവരൊരിക്കലും മുറിയാൻ പാടില്ല എന്ന് വെക്കേണ്ട കാര്യമില്ല. അപ്പൊ അതാ ഞാൻ പറയുന്നത്, ഇതിന്റെ തുടക്കവും ഒടുക്കവും ഇത് രണ്ടും അവരുടെ കയ്യിലാണ്. അത് അവരുടെ ചോയ്സ് ആണ്. അതിന്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ്. ഈ ഇന്റർവ്യൂസിലായാലും അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലായാലും അതിലൊരു കാര്യം പറയുന്നുണ്ട്, സൗദിയിലെ ഒരു സൗദി ആള് പുള്ളിക്കാരത്തിയെ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ ആരിഫിന് അറിയാമോ? എനിക്ക് തോന്നുന്നു അവർ ആദ്യമായിട്ടാണ് തോന്നുന്നത് അതിലങ്ങനെ പറയുന്നത്. ഇതിന് മുന്നേ കേട്ടതായിട്ട് എൻ്റെ അറിവിലില്ല. പക്ഷെ അതൊരു പുതുമയുള്ള കാര്യമല്ലല്ലോ. ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്നലെയൊക്കെ നടന്നിട്ടുണ്ട് മദ്രസ പീഡനമായിട്ടും അല്ലാതെയൊക്കെ നമ്മുടെ നാട്ടിൽ ഇവിടെ നടക്കുന്ന കാര്യമാണ്. അത് സൗദിയിലും നടക്കാം, എവിടെയും നടക്കാം, ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. അവിടെ UK ഒരു ഗ്രൂമിങ് ഗ്യാങ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു സംഭവം തന്നെ നടന്നിട്ടും നമ്മളിവിടെ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷെ ഇതൊക്കെ ലോകത്ത് എല്ലായിടത്തും നടക്കുന്നത്. അതായത് സെക്ഷൽ പ്രിഡേറ്റേഴ്സ് എല്ലായിടത്തും ഉണ്ട്. അതിന് ഇങ്ങനെ ഹോമോസെക്ഷൽസ് ആകണമെന്നോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ അനുഭവം ആർക്കും ഉണ്ടാകാം, അത് പുറത്ത് പറയാം. എനിക്കും ഉണ്ടായിട്ടുണ്ട് കുട്ടിക്കാലത്ത്. അത് നമ്മളുടെ ഒരു ദുരനുഭവമായിട്ടാണ് നമ്മളത് കണക്കിലെടുക്കുന്നത്. ഈ ഒരു കഥ ആദില ആരിഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്നോടായിട്ട് അവര് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അവരെന്താണോ പുറത്ത് പറയാറുള്ളത്
അതിനെക്കുറിച്ചുള്ള അറിവ് എനിക്കുണ്ട്. അത് അവർ പൊതുവായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതാണ് നമ്മൾ. പിന്നെ അതോടൊപ്പം ചില ഇതുപോലെ പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുള്ള ചില ഇപ്പൊ ഈ ഉമ്മ ചെയ്ത അക്രമം അതുപോലുള്ള ചില വിഷയങ്ങൾ അതൊക്കെ വരുമ്പോൾ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് എന്നൊക്കെ ഉള്ളത് പറയും. അതല്ലാതെ ഈ പറയുന്ന എല്ലാ കാര്യവും പൊതുവായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ പർട്ടിക്കുലർലി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയേണ്ട ഒരു ഗതികേട് ഉണ്ടായിട്ടില്ല അവർക്ക്. ലക്ഷ്മി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ആ സമയത്ത് കുറച്ച് വൈറലായി, അല്ലെങ്കിൽ ഇത്രയും വിവാദം ഉണ്ടാക്കാൻ കാരണം ഉണ്ടായത്. നിങ്ങളൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്നുള്ള നിലപാട്. നമ്മളുടെ ഒരു ജനറേഷനിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിന്റെ എല്ലാം മനസ്സിലാക്കുന്ന ഒരാൾ തന്നെയാണ് ലക്ഷ്മി. നമ്മളുടെ പാരന്റ്സ് ആണെങ്കിൽ അവർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയാം. നമ്മളെ പോലെയുള്ളവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊക്കെ പഠിച്ചു വരുന്ന ടൈമാണ്. സോ അങ്ങനെയുള്ള ഒരാൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിനോട് അരിഫിന് എന്താ പറയുന്നത്? അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് വെക്കുന്നത് നോർമലൈസ് ചെയ്യുന്നതിനോടാണ് സത്യത്തിൽ എനിക്ക് എതിർപ്പ്. അങ്ങനെ ആ സ്റ്റേറ്റ്മെന്റ് വെച്ച ആളുകളെ വീട്ടിൽ കയറ്റരുതെന്നേ ഞാൻ പറയുള്ളൂ. പറയുകയാണെങ്കിൽ തന്നെ ഒരാൾക്കൊരു അഭിപ്രായം ഉണ്ട് എന്നുള്ളതിന്റെ പേരിൽ അങ്ങനെ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ കയറ്റേണ്ട കാര്യമൊന്നുമില്ല, കയറ്റാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കുന്നത് തന്നെ നിങ്ങൾ എന്തോ വീട്ടിൽ കയറ്റാൻ കൊള്ളുന്നവരാണ് എന്നുള്ളൊരു വലിയ വീർപ്പിച്ച ഒരു ബോധ്യത്തിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, പക്ഷെ അതുകൊണ്ട് അങ്ങനെയാണോ കാര്യം നമ്മൾ ശരിക്കും വിലയിരുത്തേണ്ടത്? അല്ല. ഇതേ ഒരടിയകാലത്തിൽ നിർത്തണം എന്നാണല്ലോ പണ്ട് ബ്രാഹ്മണൻ ശൂദ്രനോട് പറഞ്ഞത്. പക്ഷെ അത് അയിത്തം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? അതാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എവിടെയാണ് അയിത്തം വെക്കേണ്ടത് എന്നുള്ളതിന് ശാസ്ത്രീയമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അത് ചിലത് തെറ്റാവുന്നതും ചിലത് ശരിയാവുന്നതും അങ്ങനെയാണ്. അപ്പൊ ആ ഒരു കണ്ണിലൂടെ കാണുമ്പോഴാണ് നമുക്ക് ഇതിനകത്തൊക്കെ പൊള്ളത്തിന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അവിടെ പ്രശ്നമാവുന്നത് അതുകൊണ്ടാണ്. അതായത് ആ ഒരു മോറൽ സുപ്പീരിയോറിറ്റി അവിടെ ക്ലെയിം ചെയ്യാണ് ചെയ്യുന്നത്. ഒരു മോറൽ ഗ്രാൻഡ് സ്റ്റാൻഡിങ് എന്ന് പറയും. അത് അവരുടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നൊക്കെ പറയുന്ന മാതിരി അവരുടെ ഒരു ഐഡന്റിറ്റിയുടെ അടിസ്ഥാനത്തിൽ, അവരുടെ ഒരു സെക്ഷൽ ചോയ്സിന്റെ അടിസ്ഥാനത്തിൽ അവർ ഉയർത്തി വെക്കുന്ന ഒരു സാധനമാണത്. അതിനെ നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല. അത് ശരിയായ നിലപാടല്ല എന്നുള്ളത് തന്നെയാണ്. ലക്ഷ്മി അതിന്റെ ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യം, എന്റെ മകൻ കാണുന്ന ഷോയാണ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. മക്കള് കാണുന്ന ഷോയാണെന്ന് പറയുന്നവര് ഇങ്ങനെയാണ് പറയുന്നത്: എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ ഇത് കാണുമ്പോൾ അമ്മ ഇവരാരാണ്, ഇവർ രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറഞ്ഞു കൊടുക്കും അവർക്ക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പലരിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. നമ്മൾ എന്തായിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കുക? ഒറ്റ കാര്യമുള്ളൂ, ലക്ഷ്മിയുടെ മകൻ ഒരു ഹോമോസെക്ഷൽ ആണ് എന്നുണ്ടെങ്കിൽ അവർക്കൊന്നും തടയാൻ കഴിയില്ല, ഒരിക്കലും ഇല്ല. ഓക്കെ, ഇനി തടഞ്ഞു എന്ന് വിചാരിക്കാം. ഹോമോസെക്ഷലായ മകൻ ഒരു ബന്ധം കണ്ടെത്താൻ വേണ്ടി അങ്ങനെ നോക്കുമ്പോൾ ഒരിക്കലും അവന് അങ്ങനെ തോന്നില്ല. അങ്ങനെ തോന്നാത്തതിൻ്റെ പേരിൽ അവൻ ഒരു പാർട്ട്ണറെ കണ്ടെത്തുന്നത് അങ്ങനെ ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള മറ്റൊരാളെയാണ് എന്നുണ്ടെങ്കിൽ അതിനെ തടയാനാണ് ലക്ഷ്മി ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ ലക്ഷ്മി ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ദ്രോഹമാണ് ആ കുട്ടിയോട്, സ്വന്തം മകനോട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു റെസ്പോൺസിബിൾ പാരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും മാനിപ്പുലേഷൻ അല്ല. ഓക്കെ, അത് അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുക, അവർക്ക് നേർവഴി കണ്ടെത്താനുള്ള ഒരു ബുദ്ധിവികാസത്തിനുള്ള വഴികൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. എഡ്യൂക്കേഷൻ്റെ ഒക്കെ പർപ്പസ് എന്ന് പറയുന്നത് അതാണ്. അതിന് പകരം കൺട്രോളിങ് ആണ് ഈ സാധനം എന്ന് വെക്കുമ്പോൾ അവിടെ സത്യത്തിൽ അതാണ് ദ്രോഹമായിട്ട് മാറുക. അപ്പൊ ആ മകന്റെ സെക്ഷൽ ഐഡന്റിറ്റി ഇന്നതാണോ അല്ലയോ എന്ന് എങ്ങനെയാണ് ലക്ഷ്മി തീരുമാനിക്കുന്നത്? ലക്ഷ്മിക്ക് എങ്ങനെയാണ് അതിനുള്ള അനുഭവം കിട്ടിയത്? അതാണ് നമ്മൾ തിരിച്ചു വയ്ക്കുക. അപ്പൊ വെറുതെ എന്തിനാ അങ്ങോട്ടേക്കൊക്കെ ചിലർ ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ അരിഫിനോട് ചോദിച്ചത്. എന്ത് മറുപടി ആയിരിക്കും ഈ കാണുന്ന കുട്ടികൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക പ്രോപ്പറായിട്ട്? അതെ, ഇത് സത്യത്തിൽ കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഉപരി അങ്ങനെ ആ പറയുന്ന പാരന്റ്സിനാണ് സത്യത്തിൽ നമ്മൾ അത് പറഞ്ഞു കൊടുക്കേണ്ടത്. അതാണ് ഞാൻ പറയാം. കുട്ടികൾക്ക് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കില്ല. കാരണം ഞാൻ ചോദിച്ചത് അങ്ങനെയല്ല. ഈ ഷോ കണ്ടോണ്ടിരിക്കുന്ന ഒരു കുട്ടി ചോദിക്കുകയാണ്, അമ്മ ഇവരാരാണ്, സിസ്റ്റേഴ്സ് ആണോ, ഇവരെന്താ എന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് എന്ത് മറുപടിയാണ് നമ്മൾ കൊടുക്കുക? അവർ പാർട്ട്നേഴ്സാണ്, അവരുടെ ലൈഫ് പാർട്ട്ണറാണ് കൂടെ ഉള്ളത്. അപ്പൊ ആ കുട്ടി ചോദിക്കുമായിരിക്കും, അതെന്താ രണ്ട് പെണ്ണുങ്ങൾ, അതെന്താ രണ്ടാണുങ്ങൾ എന്ന് ചോദിക്കും. അപ്പൊ അമ്മ പറഞ്ഞു കൊടുക്കണം, ആണുങ്ങളും മാത്രമല്ല, ആണുങ്ങളും പെണ്ണുങ്ങളും മാത്രമല്ല, അത് ഹെട്രോസെക്ഷൽ ആവുന്ന പോലെ ഹോമോസെക്ഷൽ റിലേഷൻഷിപ്സ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്തു എന്നതിന്റെ പേരിൽ ഈ കുട്ടി ഉടനെ ഹോമോസെക്ഷൽ ആവാൻ പോകുന്നുണ്ടോ? അങ്ങനെയല്ലല്ലോ. അതേസമയം ആ ഹോമോസെക്ഷൽ ആകാനുള്ള എന്തെങ്കിലും ബയോളജിക്കൽ ട്രൈറ്റ്സ് ആ കുട്ടിയിലുണ്ടെങ്കിൽ ഹെട്രോസെക്ഷൽ ഇത് മാത്രമേ കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഹോമോസെക്ഷൽ ആവും. അതാണ് അവിടുത്തെ കാര്യം. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, കുട്ടിയെ നമ്മൾ പിടിച്ചിരുത്തിയിട്ട് ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ എങ്ങനെ ആയാലും ഇനിയുള്ള കാലം ഇന്റർനെറ്റും സംഗതിയൊക്കെ ഉള്ളതുകൊണ്ട് ശരിയായ കാര്യത്തിലേക്ക് അവരെത്തും. അതാണ് അതിന്റെ ബേസിക് പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതോറും
ഒരു സ്ട്രൈസന്റ് എഫക്റ്റ് ആണ് അവിടെ വരിക. അതായത് നിങ്ങൾ സപ്രസ് ചെയ്യുന്ന വിവരം അത് കണ്ടെത്താനുള്ള സാധ്യത അവർക്ക് കൂടുകയും ചെയ്യാം. അപ്പോൾ അവർ വളരെ പെട്ടെന്ന് അത് അറിയാനുള്ള വഴിയാണ് തുറന്നു വിടുന്നത്. അപ്പം അവിടെയാണ് ഞാൻ പറയുന്നത്, ഇതിപ്പോ കുട്ടികൾ എപ്പോഴാണ് ഇത് കൂടുതൽ അറിയുന്നത്? ഇപ്പൊ നമ്മൾ ഈ ഒരു വിഷയം നമ്മൾ സംസാരിക്കേണ്ടി വന്നത് തന്നെ എന്തുകൊണ്ടാണ്? ഇതിങ്ങനെ വന്നുകൊണ്ടല്ലേ ഈ ലക്ഷ്മി പറഞ്ഞ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ബിഗ് ബോസിൽ എല്ലാവരും പറയുന്ന പോലെ വരുന്നത് പോലെ വന്നു പോകേണ്ട 2 മത്സരാർത്ഥികൾ മാത്രമാണ് അല്ലേ? അത് അങ്ങനെ അങ്ങ് പോയേനെ. അവിടെ ചർച്ചയാവുക ചിലപ്പോൾ വല്ല മറ്റേ തലമണ്ടയ്ക്ക് അടിച്ചതും, അതല്ലെങ്കിൽ വല്ല ലൈറ്റ് ഓഫ് ആക്കാതെ പോയതും, ബാത്റൂം ഫ്ലഷ് ആകാതെ ഇരുന്നതും, ഇതൊക്കെയാണ് സത്യത്തിൽ ബിഗ് ബോസിൽ ചർച്ചയാവേണ്ടത്. പക്ഷെ അതിന് പകരം ഇത് ചർച്ചയാക്കിയതാരാണ്? ലക്ഷ്മി അല്ലേ? ഇപ്പോഴല്ലേ ആളുകൾ ഇത് കൂടുതൽ അറിയുന്നത്. ഇതാ ഞാൻ പറഞ്ഞത് സ്ട്രൈസന്റ് ഇഫക്റ്റ് എന്ന് പറയാം. നിങ്ങളൊരു സാധനം ആളുകൾ കാണും, അതുകൊണ്ട് ഞാൻ വീട്ടിൽ കയറ്റില്ല എന്നൊക്കെ പറയാൻ വേണ്ടി ഇറങ്ങി. ഇന്ന് സത്യത്തിൽ ഇത് കൂടുതൽ ആളുകൾ അറിയുക ചെയ്തത്. ഇതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ നിങ്ങൾ ഈ സാധനത്തെ എത്രത്തോളം ഓപ്പോസ് ചെയ്യുന്നോ ഒരു ജനാധിപത്യ സമൂഹത്തിൽ അത്രത്തോളം തിരിച്ചിങ്ങോട്ടും അതിന്റെ റിപ്പർക്കഷൻസ് ഉണ്ടാവും, ഡിസ്കഷൻസ് ഉണ്ടാവും, കൂടുതൽ ആളുകൾ അറിയും. അങ്ങനെയാണ് ഈ സംഗതി സമൂഹത്തിൽ ഒരു മാറ്റർ ഓഫ് ഡിസ്കഷൻ അല്ലാതെയായിട്ട് മാറുക. ഇത് നോർമലൈസ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ സത്യത്തിൽ ഇത് നോർമലൈസ് ചെയ്യരുത്, അതുകൊണ്ട് ഞാൻ ഇതിനെ അനുകൂലിക്കില്ല എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് സത്യത്തിൽ ഇത് നോർമലൈസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പണിയെടുത്തത്. അതിനുള്ളൊരു ബിഗ് അപ്രീസിയേഷൻ നമ്മൾ ലക്ഷ്മിക്ക് കൊടുക്കണം എന്നാണ് ഞാൻ പറയാം. ലക്ഷ്മി ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ശേഷം ലാലേട്ടൻ വന്നിട്ട് എന്റെ വീട്ടിലേക്ക് നിങ്ങൾ കയറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഭയങ്കരമായിട്ട് ചർച്ചയായ ഒരു കാര്യമായിരുന്നു. അതിനുശേഷം ഈ ഫാമിലി വീക്കില് ലക്ഷ്മിയുടെ അമ്മ വരുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരണം, കയറ്റില്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ നിങ്ങൾ സിറ്റ് ഔട്ടിൽ ഇരുന്നോ, ബാക്കി എല്ലാവരും വീടിനുള്ളിൽ കയറിക്കും എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം എന്താണെന്ന് മനസ്സിലാകാത്തൊരു സമൂഹത്തിൽ അത് കൂടുതൽ ആളുകൾ അത് മനസ്സിലാക്കി വരുന്ന ഒരു കാലമാണ്. അത് മനസ്സിലാക്കുന്ന മുറയ്ക്ക് ഉണ്ടാകുന്ന എന്താണ്? കൂടുതൽ അതായത് ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഡെവലപ്പ് ചെയ്ത് അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പോലുള്ള ഒരു സാഹചര്യം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ഹോമോസെക്ഷൽസിന് ഉണ്ടായിരുന്നു. കാരണം അവർക്ക് ആത്മാർത്ഥമായിട്ട് നിൽക്കാൻ കഴിയില്ല ഈ തരം ബന്ധങ്ങളിൽ. ഹെറ്ററോസെക്ഷൽ ആക്കി അവരെ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇനി അത് വേണ്ടാതെ തന്നെ അവർക്ക് യോജിക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ കണ്ടെത്തി നിലനിൽക്കാനുള്ള ഒരു നല്ല സാഹചര്യമല്ലേ അവർക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു സംഗതിയിലേക്ക് വഴിവെക്കുന്ന എന്താണ്? ഇതിനെ ആളുകൾ കൂടുതൽ മനസ്സിലാക്കുന്നു എന്നുള്ളിടത്താണ്, അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളിടത്താണ്. മതം മാറി കല്യാണം കഴിക്കുന്നതും പ്രണയിക്കുന്നതും വരെ തെറ്റായിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടെ. അതൊക്കെ ഒരുപാട് മാറിയത് ഇത്തരത്തിലുള്ള ആ വ്യത്യാസം കുറഞ്ഞു വന്നതിലൂടെയാണ്. അപ്പൊ അത് ഇതിലും ബാധകമാണ്. അപ്പൊ നമ്മൾ ജീവിക്കുന്ന ഒരു നെക്സ്റ്റ് ഒരു 10 years എന്ന് പറഞ്ഞാൽ ഈ സംഗതികൾ ചർച്ച കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു കാലമാണ്. ഇതിന്റെ ക്ലാരിറ്റി ആളുകൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ കൂടുതൽ നമ്മൾ കേൾക്കേണ്ടി വരും. ഇപ്പൊ കുറച്ചും കൂടി ഒരു കാലഘട്ടം കൂടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ജനറേഷൻ കൂടി കഴിയുമ്പോൾ ഇത് വീണ്ടും കുറച്ചും കൂടി നോർമലൈസ് ആവും എന്നാണോ പറയുന്നത്? ഇത് ലോകത്തൊക്കെ പല സ്ഥലത്തും അങ്ങനെയാണ്. കേരളത്തിൽ, ഇന്ത്യയിൽ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ കേരളത്തിലാണ് ഇപ്പോഴും ഇതൊക്കെ ഇത്ര വലിയ സംഭവമായിട്ടെങ്കിലും നിൽക്കുന്നത്. മറ്റുള്ള സ്ഥലത്തൊക്കെ ഇത് ഓൾറെഡി മുന്നോട്ട് പോയി കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ, ഈ നമ്മളുടെ പഴയ ജനറേഷൻ, അതായത് നമ്മൾ 19s ആൾക്കാർ, നമ്മളുടെ പാരന്റ്സിനൊന്നും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇത്. ഈവൻ ആരിഫിന്റെ ഫാമിലിയിലാണ് ഇങ്ങനെ ഒരാൾ, അല്ലെങ്കിൽ ആരിഫിന്റെ മക്കളാണ് ഇങ്ങനെ ഒരു ഹോമോസെക്ഷൽ, ഇങ്ങനെ ഒരു ഇഷ്ടമുള്ളതായിട്ട് പറയുന്നത് എന്നുണ്ടെങ്കിൽ ആരിഫ് എങ്ങനെ പ്രതികരിക്കും? എന്റെ കുടുംബത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ ഒരാളുണ്ട്. ഓക്കെ, അതുകൊണ്ടും കൂടിയാണ് എനിക്ക് ആ കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ന് ശരിക്കും നമ്മളിത് സംസാരിക്കുമ്പോൾ നമ്മളത് ആ ഒരു റിയലൈസേഷൻ വരുന്നുണ്ട് നമുക്ക്. അതായത് കാരണം പുള്ളിയെ നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഞങ്ങളെ ചോറ് തിന്നാത്തതിനൊക്കെ പേടിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. എന്നുവെച്ചാൽ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് ആളുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ വിഷമമാണ്. കാരണം പുള്ളിക്ക് പിടിച്ചു കൊടുക്കും, ഓക്കെ, പുള്ളിയുടെ കൂടെ കിടത്തും, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഞങ്ങളെ ചെറുപ്പകാലത്ത് പേടിപ്പിച്ചിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ഒരു വലിയ പേടിയായിരുന്നു കുട്ടികളായിരിക്കും. പുള്ളി ചെയ്ത തെറ്റെന്താണ്? പുള്ളി ചെയ്ത ഒരു തെറ്റും ചെയ്തിട്ടില്ല. പുള്ളിയുടെ ബയോളജിയാണത്. നമ്മളെ വീട്ടിലിപ്പോ ജന്മനാ വൈകല്യമുള്ള കുട്ടികൾ വരുന്നു, നമ്മൾ എന്ത് ചെയ്യുന്ന നമ്മൾ പറയുന്നത്? എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇല്ല. ഒരു ആൺകുട്ടി ജനിക്കുന്നു, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. ഒരു പെൺകുട്ടി ജനിക്കുന്നു, എന്തെങ്കിലും ഒന്നും ചെയ്യുന്നില്ല. അത് നമ്മൾ കുട്ടികളാണ്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ആളാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോവാണ് വേണ്ടത്. ഞാൻ ഈ പറഞ്ഞ വ്യക്തി പോലും അങ്ങനെയാണ് പോകേണ്ടിയിരുന്നത്, പക്ഷെ അങ്ങനെയല്ല നമ്മൾ പോയിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ ഒരു അസുഖമാണെന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. ഇതൊരു നോർമൽ, ഇതിനകത്ത് വരുന്ന ഒരു വേരിയേഷൻ മാത്രമാണ്, മറ്റൊരു വെറൈറ്റി മാത്രമാണ്. അതിനെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് കാണുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ആ സംഗതിയെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതൊന്നും വലിയ ഒരു സംഭവമായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോ ആരിഫിന്റെ മകന് ഇതുപോലെ വേറൊരു ബോയ് ആയിട്ട് ഇഷ്ടത്തിലാണ്, അവരെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കും. അവരുടെ ചോയ്സ് അല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
അത് അവരും അതുമായിട്ട് മുന്നോട്ട് പോകും, അത്രേ ഉള്ളൂ. ഈ മുമ്പ് നൂറയ്ക്ക് ഇതുപോലെ ഒരു കാമുകൻ ഉണ്ടായിരുന്നു എന്നൊരു ന്യൂസ് ഇങ്ങനെ വരുന്നുണ്ട്, പലരും പറയുന്നുണ്ട്, യൂട്യൂബിൽ കുറച്ച് റിയാക്ഷൻ വരുന്നുണ്ട്, നൂറയ്ക്ക് ഇതുപോലെ ഒരു പഴയ കാമുകൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അങ്ങനെ ഉള്ളതായിട്ട് വല്ല അറിയില്ല. ഇല്ല നമ്മളതൊന്നും ചേഞ്ച് പോകേണ്ട ആവശ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അല്ല, ആദ്യം അങ്ങനെ ഒരു മെയിൽ കാമുകൻ ഉണ്ടായിട്ട് പിന്നീട് സെക്ഷുവാലിറ്റി മനസ്സിലായതാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് മനസ്സിലായതാണോ അറിയില്ല കേട്ടോ. അവരെന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ തീരുമാനം എടുത്തതെന്നുള്ളത് അവരല്ലേ തീരുമാനിക്കണ്ടേ. ഇപ്പൊ ഏതായാലും അവരിങ്ങനെ തീരുമാനം എടുത്ത് അവരതിനകത്ത് നിലനിന്ന് പോകുന്നു. അതിൽ കൂടുതൽ നമുക്ക് എന്താ അറിയാം. ഇതാണ് ഹോർമോൺ ചേഞ്ച് ആണ് ട്രാൻസ്ജെൻഡർ ആവുന്നത്. ഹോർമോൺ ചേഞ്ച് മാത്രമല്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ നമുക്ക് അല്ലാതെ നമ്മുടെ സെയിം ജെൻഡറിനോട് ഒരു ഇഷ്ടം തോന്നുന്നത് അല്ലെങ്കിൽ കല്യാണം താല്പര്യം തോന്നുന്നത് അതൊരു നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് ആണോ, അത് ഇതുപോലെ തന്നെയുള്ള ഒരു ഹോർമോൺ ചേഞ്ച് ആണോ? ഹെട്രോസെക്ഷുവൽസിന് ഒരു പുരുഷന് ഒരു സ്ത്രീയോട് ഇഷ്ടം തോന്നുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു സ്ത്രീ നോർമലി ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് അട്രാക്ഷൻ തോന്നുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? അതേ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹോമോസെക്ഷൽസിനും അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതൊരു വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പോ നമ്മുടെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഇതിൽ ലെസ്ബിയൻ കപ്പിൾസ് അല്ലെങ്കിൽ ഗേ കപ്പിൾസ് എന്ന് പറയാനായിട്ടുള്ളൂ. കുറച്ചും കൂടി കഴിഞ്ഞത് ഒരുപാട് കൂടും, ഇഷ്ടംപോലെ പേരാവും. നോർമലായിട്ട് ഒരു ഗേളും ബോയും കല്യാണം കഴിക്കുന്നത് പോലെ തന്നെ ഗേളും ബോയും കല്യാണം കഴിപ്പ് ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ പോപ്പുലേഷൻ കുറയില്ലേ? അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ നിങ്ങൾ കൂടും എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താണ്, ഇതിനെ ഓവർകം ചെയ്യുന്നതാണ്, അതായത് ഹെട്രോസെക്ഷൽസിനേക്കാൾ കൂടുതൽ വരും. അങ്ങനെയല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കാലം നിങ്ങൾ എത്ര എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എപ്പോഴും മെജോറിറ്റി ഹെട്രോസെക്ഷൽസ് തന്നെയായിരിക്കും. ഇതെപ്പോഴും ഒരു 10%, 5% ആ ഒരു ലെവലിലാണ് അത് നിൽക്കുക. അത് എപ്പോൾ പോയാലും അങ്ങനെ നിൽക്കുള്ളൂ. നിങ്ങൾ കൂടുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഇത് കൂടുതൽ ഇത്തരം വിവാഹങ്ങളും ഇത്തരം ബന്ധങ്ങളും നമുക്ക് കാണാൻ കഴിയും. കാരണം ഇത്ര നാളത് പറഞ്ഞ അടിയുള്ളൂ, അല്ലെങ്കിൽ പറഞ്ഞ വീട്ടിൽ നിന്ന് പുറത്താക്കും. അതുകൊണ്ട് ഇവർ പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇത് പറയാനുള്ള സാഹചര്യം വന്നാൽ അവരത് ഓപ്പണായിട്ട് ചെയ്യും, അത്ര വ്യത്യാസമുള്ളൂ. എന്ന് വെച്ചാൽ അവർക്കും സമാധാനമായിട്ട് ജീവിക്കാം. ഈ നമ്മളുടെ കേരളത്തിൽ മാത്രം ഇത് നോർമലൈസ് ആയിട്ട് ഇപ്പൊ നമ്മൾ നോർമലൈസ് ആയിട്ട് കാണുന്നുള്ളൂ. ഇപ്പൊ US, റഷ്യ അല്ലെങ്കിൽ UAE പോലുള്ള രാജ്യങ്ങളിൽ ഇതൊക്കെ ബാനാണ്, LGBT കമ്മ്യൂണിറ്റി ബാനാണ്. ഇപ്പൊ ഈ ലെസ്ബിയൻ കമ്മ്യൂണിറ്റിയും ലെസ്ബിയൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും ബാനാണ്. അറബ് രാഷ്ട്രങ്ങളിലാണ് ബാനൊക്കെ ഉള്ളത്. US അത്ര ബാനൊന്നും അല്ലല്ലോ. അവർക്ക് അത് അവരുടെ ഓപ്പൺ ആയിട്ട് അത് പറഞ്ഞു തന്നെ ജീവിക്കാൻ പറ്റുന്ന കാര്യമുണ്ടല്ലോ. നിങ്ങൾക്ക് അവിടെ പോയാൽ കാണുന്നല്ലേ. യൂറോപ്പിൽ പല രാജ്യങ്ങളും അത് അംഗീകരിച്ചിട്ടുള്ളതല്ലേ. അവരങ്ങനെയല്ലേ ജീവിക്കുന്നത്. അവിടെ എവിടെ ബാനുള്ളത്? അങ്ങനെ ബാൻ എന്ന് പറഞ്ഞാൽ ഈ ഹോമോസെക്ഷൽസ് ആണെങ്കിൽ എറിഞ്ഞു കൊല്ല, ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് എടുത്തെറിയാന്നുള്ളത് അതുണ്ട്. അത് അറബ് രാഷ്ട്രങ്ങളിലാണ്. അത് മതത്തിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ അവരെ ജീവിക്കാൻ അനുവദിക്കരുത് എന്നുള്ള ഒരു നിലപാടൊന്നും വിദേശ രാജ്യങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിലില്ല. ഇത്ര നേരം സംസാരിച്ചത് ഒരുപാട് സന്തോഷം. ഇനിയും കാണാം. യെസ്, താങ്ക് യു. കാണാം.